അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സുഹൃത്തുക്കളെ, നമുക്കറിയാം ലോകാവസാനം വരെയുള്ള ആളുകൾക്ക് നേരായ വഴി കാണിച്ചു കൊടുക്കാനാണ് പരിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിരിക്കുന്നത്. ആ പരിശുദ്ധ ഖുർആനിൻ്റെ 2-ാമത്തെ അധ്യായം നമ്മളിങ്ങനെ ഓതി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാം, ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അതായത് ഈ കിതാബിൽ, ഈ ഖുർആനിൽ യാതൊരുവിധ സംശയവുമില്ല, ഒരു സംശയവുമില്ല. ഈ ഖുർആൻ അള്ളാഹുവിൽ നിന്ന് ഇറങ്ങിയതാണ് എന്ന് വിശ്വസിച്ച് അതിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ അതിൽ യാതൊരു സംശയവും, ഒരു തരമ്പ് പോലും സംശയമില്ലാത്ത ആളുകളാണ് ആര്? മുത്തഖീങ്ങളായ ആളുകൾ, അതായത് സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾ. അള്ളാഹുവിൽ വിശ്വസിക്കുകയും പ്രവാചകർ വിശ്വസിക്കുകയും അന്ത്യനാളിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന വിശ്വാസി യഥാർത്ഥത്തിൽ ഈ ഒരു കിതാബിനെ പറ്റി യാതൊരു സംശയാലുവും ആയിരിക്കുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയാണ്. പക്ഷേ മറ്റു ചില ആളുകളെ പറ്റി അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല, وَمِنَ النَّاسِ مَن يَقُولُ آمَنَّا بِاللَّهِ وَبِالْيَوْمِ الْآخِرِ وَمَا هُمْ بِمُؤْمِنِينَ. ചില ആളുകൾ പറയും, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്, അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നവരാണ്, ഞങ്ങൾ എല്ലാത്തിലും വിശ്വാസമുള്ളവരാണെന്ന് അവർ പറയും. പക്ഷേ അവർ യഥാർത്ഥത്തിൽ വിശ്വാസികളല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അവർക്ക് ഈ സൂക്ഷ്മതയില്ല. ഫീ ഖുലൂബിഹിം മറളും ഫസാദഹുമുല്ലാഹു മറളാ വലഹും അദാബുൻ അലീമുൻ ബിമാ കാനൂ യക്ദിബൂൻ. അവർ വ്യാജം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ആ വ്യാജം പറയുന്നതുകൊണ്ട് തന്നെ അവരുടെ ഹൃദയത്തിലൊരു രോഗമുണ്ട്. ആ രോഗത്തെ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും. കാരണം അവർ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞാൽ അവർ വഞ്ചനയാണ് ചെയ്യുന്നത്. കാരണം അവർ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നു, പക്ഷേ ഈ ഖുർആനിൽ അവർ അടിയുറച്ച് വിശ്വസിക്കുന്നില്ല, അവർ വഞ്ചിക്കുകയാണ് എന്നാണ് പറയുന്നത്. അങ്ങനത്തെ ആളുകൾക്ക് വേദനയേറിയ ശിക്ഷയുമുണ്ടെന്ന്. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം അശാവത്തും വലഹും അദാബുൻ അലീം. അവരുടെ ഹൃദയങ്ങൾക്കും അവരുടെ കേൾവിയിലും അവരുടെ കാഴ്ചയ്ക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല മുദ്ര വെക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനത്തെ ആളുകൾ അവർ മറ്റുള്ളവരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അള്ളാഹ് പറയുന്നത് അത് അവരെ തന്നെയാണ് വഞ്ചിക്കുന്നത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. കാരണം നാളെ മരണത്തിന് ശേഷം അവർക്ക് അത് ബോധ്യപ്പെടും, ഞങ്ങളല്ല വഞ്ചിച്ചത്, ശരിക്കും ഞങ്ങളുടെ ദേഹത്തെ തന്നെ വഞ്ചിക്കുകയായിരുന്നു എന്ന്. ചില ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഖുർആനിലും അതുപോലെ തന്നെ അള്ളാഹുവിലും ഒക്കെ ഞങ്ങൾ വിശ്വസിച്ചവരാണ്, ഞങ്ങളാണ് ഖുർആൻ്റെ ആളുകൾ എന്ന് പറയപ്പെടുന്ന ചില പൗരോഹിത്യ ആളുകൾ നമുക്ക് കാണാൻ കഴിയും. അങ്ങനത്തെ ആളുകൾ ജനങ്ങളെ ഖുർആനിൽ നിന്ന് അകറ്റുന്നത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അത് നമ്മൾ എത്ര തന്നെ പറഞ്ഞു കൊടുത്താലും, മനസ്സിലായ ആളുകൾ പറഞ്ഞു കൊടുത്താലും, പക്ഷേ ഒരിക്കലും അത് ജനങ്ങളോ അണികളോ ഇത് കേൾക്കാൻ തയ്യാറാവുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? അള്ളാഹു ഈ പറഞ്ഞതുപോലെ ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം, അവരുടെ കാഴ്ചയും കേൾവി ഇതൊക്കെ മുദ്ര വെച്ചപ്പെട്ടിരിക്കുകയാണ്. കാരണം അവർ സത്യത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയില്ല. അവരുടെ മനസ്സിൽ കാപട്യമുള്ളത് കൊണ്ട് തന്നെ അള്ളാഹു അതൊക്കെ മുദ്ര വെച്ച് കളഞ്ഞിരിക്കുകയാണെന്നാണ് പറയുന്നത്. അള്ളാഹുവിൻ്റെ തൗഫീഖുള്ള ആളുകൾ അത് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. 1-2 കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സമസ്തയിലെ ഉസ്താദന്മാർ ഒരു കാലത്ത് പറഞ്ഞ കാര്യം, അതായത് ഞാനൊക്കെ സമസ്തയിലുള്ള കാലത്ത് സമസ്തയിലെ ഉസ്താദന്മാർ നമ്മളോടൊക്കെ പറഞ്ഞു തന്ന കാര്യം എന്ന് വെച്ചാൽ, ഈ സലഫികൾ എന്ന് പറയുന്ന ആളുകൾ അവർ ബിദ്അത്തിൻ്റെ ആളുകളാണ്. അവർ ബിദ്അത്തിൻ്റെ ആളുകളായതുകൊണ്ട് തന്നെ അവരെ പറ്റി അവർ സംസാരിക്കുന്ന ഒരു വാക്ക് പോലും നമ്മൾ കേൾക്കരുത്. എന്തിന്? അവരെ കാറ്റ് പോലും നമ്മൾ കൊള്ളരുത്. അവർ ഇരുന്നിടത്ത് നമ്മൾ ഇരിക്കരുത്, അവർ വരുന്നിടത്ത് നമ്മൾ നിൽക്കരുത്, നമ്മൾ മാറിപ്പോയിക്കൊള്ളണം. കാരണം അവർ ബിദ്അത്തിൻ്റെ ആളുകളാണ്, അവർ ഇബ്ലീസിൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ആ ഒരു ആശയം മനസ്സിൽ തട്ടിക്കൊണ്ട് ഞാൻ വളരെയധികം അവരെ വെറുക്കുകയും അവരെ അറ്റാക്ക് ചെയ്യുകയൊക്കെ ചെയ്ത ഒരു മനുഷ്യനാണ് ഞാൻ മാത്രമല്ല, ഇന്ന് സലഫി പ്രസ്ഥാനത്തിലെ പ്രബോധകന്മാരിലും ഒട്ടുമിക്ക പേരും ഇതുപോലെ ഉള്ള കാര്യങ്ങൾ തന്നെ വിശ്വസിച്ചിരുന്ന ആളുകൾ തന്നെ ആയിരുന്നു ഒരു കാലത്ത്. ഇതിൽ ഞാൻ പറയുന്ന പോയിന്റ് എന്ന് വെച്ചാൽ, ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഒരു വലിയ തെറ്റാണെന്നും ആ തെറ്റ് പേര് നടക്കുന്ന ആളുകളാണ് ഈ മുജാഹിദുകൾ എന്നും പറഞ്ഞു ഉസ്താദന്മാർ പഠിപ്പിക്കണമെങ്കിൽ ഈ ബിദ്അത്ത് വലിയൊരു തെറ്റായ കാര്യമായതുകൊണ്ടാണ്. അപ്പോൾ അണികൾക്കും മനസ്സിലായി ബിദ്അത്ത് വലിയ തെറ്റായ കാര്യമാണെന്ന്. പക്ഷേ ഇവിടെ കൃത്യമായി പ്രബോധനം ചെയ്യുന്ന ആളുകൾ എന്താണ് ബിദ്അത്ത് എന്ന് കൃത്യമായി കൊണ്ട് തന്നെ ഈ ലോകത്തേക്ക് വിളിച്ചു പറയാൻ തുടങ്ങി. അതായത് ഹജ്ജത്തുൽ വദാഇൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞല്ലോ, അള്ളാഹുവിൻ്റെ ദീനിനെ ഞാനിവിടെ പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു. ഈ ദീനിനെ ഇതുപോലെ സംരക്ഷിക്കുന്നവർ, ഇതിലൊന്നും കൂട്ടാനോ കുറയ്ക്കാനോ ഇല്ല, ഇതുപോലെ കൊണ്ടു നടക്കുന്ന ആളുകൾ, അവരാണ്
നാളെ വിജയികൾ, അള്ളാഹുവിൻ്റെ സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ആളുകൾ എന്ന് കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദായിലൂടെ പ്രബോധനം ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വരാത്ത കാര്യങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനായി പഠിപ്പിക്കാത്ത കാര്യങ്ങളെല്ലാം ബിദ്അത്താണെന്നും ആയതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രമാണങ്ങളിലൂടെ കൃത്യമായി നോക്കിയാൽ എന്തൊക്കെയാണ് ഇവിടെ ദീനായി പ്രചരിപ്പിച്ചത് എന്നൊക്കെ കൃത്യമായിട്ട് പ്രബോധകർ അക്കമിട്ട് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ലോകത്തോട് വിളിച്ചു പറയാൻ തുടങ്ങിയപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങി ബിദ്അത്ത് എന്താണെന്ന്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഷ്ഠിക്കാത്ത, അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനായി പഠിപ്പിക്കാത്ത പുതുതാക്കി കൊണ്ടുവന്ന കാര്യങ്ങളാണ് ബിദ്അത്ത് എന്ന് കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ നോക്കുമ്പോൾ പ്രവാചകൻ ചെയ്യാത്ത കുറേ കാര്യങ്ങൾ സമസ്തയിലുണ്ട് എന്ന് ജനങ്ങൾ മനസ്സിലാക്കി. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക്, അല്ലെങ്കിൽ ഇതുപോലെ നല്ല കൃത്യമായി പ്രബോധനം ചെയ്യുന്ന സംഘടനയിലേക്ക് ആളുകൾ ഒഴുകാൻ തുടങ്ങി. അങ്ങനെ തുടങ്ങിയപ്പോൾ ഉസ്താദന്മാർ അതിൽ അടുത്ത ട്വിസ്റ്റ് കൊണ്ടുവന്നു. അത് എന്താണെന്ന് വെച്ചാൽ, ഇത്രയും കാലം ബിദ്അത്തിൻ്റെ ആളുകളാണ് സലഫികളെന്നും അവരോട് കൂടരുതെന്നും പറഞ്ഞ ഉസ്താദന്മാർ ബിദ്അത്ത് എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി, ബിദ്അത്ത് സ്വന്തം തട്ടകത്തിൽ തന്നെയാണെന്ന് മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ ഉസ്താദന്മാർ പറയുകയാണ് പിന്നീട് എല്ലാ ബിദ്അത്തുകളും പ്രശ്നമല്ല, ചില ബിദ്അത്തുകൾ ചെയ്യാം, നല്ല ബിദ്അത്തുകൾ ചെയ്യാം, ബിദ്അത്ത് നല്ലതുമുണ്ട് ചീത്തയുമുണ്ട് എന്നൊരു രണ്ട് തട്ടിലേക്ക് മാറ്റി. ആദ്യം ബിദ്അത്ത് തന്നെ പറ്റൂല, അത് കൊണ്ടുനടക്കുന്ന ഇന്ന ആൾക്കാരാന്ന് പറഞ്ഞത് ഞാൻ എടുത്തു പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളിത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബിദ്അത്തിൻ്റെ ആളുകൾ കൂടരുത് പറഞ്ഞ ആളുകളോട് തന്നെ ഉസ്താദന്മാർ പറയുകയാണ് നല്ല ബിദ്അത്തുണ്ട് ചീത്ത ബിദ്അത്തുണ്ട്, അപ്പോൾ നല്ല ബിദ്അത്ത് കൊണ്ട് നടക്കാം. അപ്പോൾ ഉസ്താദന്മാരെ കയ്യിൽ ബിദ്അത്തുണ്ട് എന്ന് ജനങ്ങൾ മനസ്സിലാക്കി ഉസ്താദന്മാർ പറഞ്ഞ കാര്യമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് കൃത്യമായിട്ട് കുല്ലു ബിദ്അത്തുൻ വലാല, എല്ലാ ബിദ്അത്തുകളും എല്ലാ പുതുക്കിക്കൂട്ടലുകളും വഴികേടാണ്, അത് എത്ര നല്ലതായിക്കോട്ടെ. എന്തിനേറെ പറയുന്നു, ഇസ്ലാമിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത നിസ്കാരങ്ങളും പഠിപ്പിക്കാത്ത രീതിയിലുള്ള ദിവസങ്ങളിലെ നോമ്പുകളും പഠിപ്പിക്കാത്ത ദിവസങ്ങളിലെ മാസങ്ങളിലെ പൂരിഷകളും അള്ളാഹുവും പ്രവാചകനും പഠിപ്പിക്കാത്ത ഇങ്ങനത്തെ ഓരോന്നിനും പൂരിഷ കൊടുക്കുന്ന എല്ലാം അത് എത്ര നല്ലതാണെങ്കിലും കുല്ലു ബിദ്അത്തുൻ വലാല കുല്ലു വലാലത്തും ഫിന്നാർ, എല്ലാ പുതുക്കിക്കൂട്ടുകളും വഴികേടും അതെല്ലാം നരകത്തിലേക്കാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. കൃത്യമായി വീണ്ടും ഈ പ്രബോധകർ കൃത്യമായ രീതിയിൽ പ്രബോധനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ജനങ്ങളൊക്കെ വീണ്ടും മനസ്സിലാക്കാൻ തുടങ്ങി എല്ലാ ബിദ്അത്തുകളും വഴികേടാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഉസ്താദന്മാർ പറയുന്നത് നല്ല ബിദ്അത്തുകളുണ്ട്. സിംസാറുൽ ഉദവീനെ പോലത്തെ പല ഉസ്താദന്മാരും പറഞ്ഞിട്ടുണ്ട് ബിദ്അത്ത് തന്നെയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മൗലൂദ് ഓതിയിട്ടില്ല, നബിദിനം കഴിച്ചിട്ടില്ല, ഇങ്ങനത്തെ പല അദ്ദാദ് റാത്തീബ് കുത്തുബിയത്ത് ഇതൊന്നും ചെയ്തിട്ടില്ല, എങ്കിലും നല്ലതിനെ നമ്മൾ എതിർക്കേണ്ട ആവശ്യമില്ല എന്നാണ് അവർ പറഞ്ഞു തുടങ്ങിയത്. കാരണം നല്ല ബിദ്അത്തുണ്ട്, ബിദ്അത്തുൽ ഹസൻ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു വാദം അവർ കൊണ്ടുവന്നു. അപ്പോൾ ഒരു ബിദ്അത്തും പറ്റൂല എന്നുള്ളത് കൃത്യമായ പ്രമാണങ്ങളിലൂടെ ഈ പ്രബോധകന്മാർ വീണ്ടും ലോകത്തോട് വിളിച്ചു പറഞ്ഞ് അതിൽ നിന്ന് കുറേ എനിക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഈ നമ്മുടെ കേരളത്തിൽ തന്നെ ദാരിമി, അതുമാതിരി തന്നെ കാഫി, അതുപോലത്തെ ഇങ്ങനെ ഓരോ പദവിയിലുള്ള മനസ്സിൽ കളങ്കമില്ലാത്ത ഉസ്താദന്മാരുണ്ട്. അവർക്കിത് മനസ്സിലാക്കിയിട്ട് കുറേ ഉസ്താദന്മാരടക്കം ഇങ്ങനെ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ പിന്നീട് ഒരു വലിയ അപകടകരമായ മറ്റൊരു വാദം കൊണ്ട് ചില ഉസ്താദന്മാർ രംഗപ്രവേശനം ചെയ്യുകയുണ്ടായി. അതെന്താണെന്ന് വെച്ചാൽ, ഒരു കാര്യം ദീനാവണമെങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണമെന്നില്ല എന്നാണ് ആ വാദം. നമ്മൾ ആ പ്രസംഗമൊക്കെ കേട്ടാണ്. ഒരു കാസർഗോട്ടുകാരൻ ഉസ്താദാന്ന് തോന്നുന്നു ആദ്യമായിട്ട് അത് പറഞ്ഞത്. പിന്നീട് അതിലായിട്ടാണ് അവർ വന്നത്, ഒരു കാര്യം ദീനാവണമെങ്കിൽ പ്രവാചകൻ പഠിപ്പിക്കണം എന്നൊന്നുമില്ല, അപ്പോൾ ആർക്കും കൊണ്ടുവന്ന് എങ്ങനെയും കൊണ്ടുവന്ന് അതൊക്കെ നല്ലതാണ് ദീനാണെന്ന് പറഞ്ഞാൽ അതൊക്കെ നമുക്ക് ചെയ്യാം. അതായത് പ്രവാചകൻ പഠിപ്പിച്ചത് മാത്രമല്ല ദീന് എന്ന വളരെ അപകടകരമായ ഒരു വാദം കൊണ്ട് പിന്നീട് അവർ വന്നു. ഇപ്പോൾ ആ വാദവും കൊണ്ടാണ് അവർ നടക്കുന്നത്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കാര്യങ്ങളാണ് അവർ മുഴുവനായി ചെയ്തു കൂട്ടുന്നത്. അത് മാലയാണെങ്കിലും ശരി, മൗലൂദാണെങ്കിലും ശരി, റാത്തീബ്, അദ്ദാദ്, കുത്തുബിയത്ത്, അതുപോലെ തന്നെ നബിദിനാഘോഷം, ഇതുപോലത്തെ പല കാര്യങ്ങളും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. പരിശുദ്ധ ഖുർആൻ ആദ്യം ഞാൻ പറഞ്ഞ പോലത്തെ, അതായത് അവർ പറയും ഞങ്ങൾ അള്ളാഹിൻ്റെ ആൾക്കാരാണ്, ഞങ്ങൾ ദീനിൻ്റെ ആൾക്കാരാണെന്ന്. പക്ഷെ അവർ കൊണ്ടുവരുന്നത് ഈ ഖുർആന് എതിരായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഒന്ന് രണ്ട് കാര്യങ്ങൾ സിമ്പിളായിട്ട് പറഞ്ഞു പോവുകയാണ്. സുബ്ഹാനല്ലാഹ് പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് പറഞ്ഞു തന്ന ഒരു കാര്യമാണ്, അതായത് ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട മാസമാണല്ലോ റമദാൻ മാസം. അതിലെ അവസാനത്തെ 10 ഒറ്റയിട്ട രാവിലെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറഞ്ഞു. ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസത്തേക്കാൾ പ്രതിഫലമുള്ള ഒരു രാവ്.
ആ രാവിനെ പറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിച്ചു തന്ന ആ രീതിയിലാണ്. അപ്പോൾ സമസ്തയിലെ ഉസ്താദന്മാർ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമുള്ള ദിവസമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനാഘോഷം എന്നാണ് പറയുന്നത്. അപ്പോൾ ഖുർആനിൽ പറഞ്ഞതിൻ്റെ നേരെ വിപരീതമാണ്. അതായത് ഖുർആൻ എന്ത് പറഞ്ഞോ, ഏതൊരു കാര്യത്തെ ഖുർആൻ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞോ, ആ കാര്യത്തെ ഇടിച്ചു താഴ്ത്തിക്കൊണ്ട് അതിനേക്കാൾ പുണ്യമുള്ള കാര്യമാണ് ഇത് എന്ന് എത്ര വലിയ അപകടകരമായ കാര്യമാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ എടുത്തു നോക്കിയാൽ ഒരുപാട് കാണാം. ഇപ്പോൾ ദൈർഘ്യമായി പോകുന്നതുകൊണ്ടാണ് ഞാനിതൊന്നും പറയാത്തത്. പിന്നെ നമുക്ക് കാണാം, ഇപ്പോൾ റീൽസൊക്കെ ഇങ്ങനെ കാണാം, സംസം വെള്ളത്തേക്കാൾ നിങ്ങൾ വിചാരിച്ചോ സംസം വെള്ളമാണെന്ന് ഏറ്റവും പുണ്യമാക്കപ്പെട്ട വെള്ളമെന്ന്. അല്ല എന്ന് പറഞ്ഞിട്ട് കുറേ ഉസ്താദന്മാരുടെ ചെറിയൊരു ഷോർട്ട് ഇതിങ്ങനെ ആളുകൾ 5K 10K 30K എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ, സംസ്ഥക്കാർ ഇത് കയ്യിൽ കിട്ടുമ്പോഴത്തേനും ഷെയർ ചെയ്യാണ്. എന്താ, സംസം വെള്ളമാണ് ഇത്രയും കാലം വലുതെന്ന് പറഞ്ഞിരുന്നു. എന്തേ, പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്താണ്, നിങ്ങൾക്ക് സംസം വെള്ളം എന്ന് പറയുന്നത് അത് നിങ്ങൾ എന്തിന് അത് കുടിക്കുന്നു, എന്തിനത് ഉപയോഗിക്കുന്നു, അതിനുള്ളതാണത്. രോഗശമനത്തിന് വേണ്ടി മനസ്സിൽ ഭക്തിയോടുകൂടിയാണ് അത് കുടിക്കുന്നത്. രോഗശമനത്തിനുള്ള നിയത്തോടു കൂടിയാണോ, അത് രോഗശമനത്തിനാണ്. വിശപ്പിനാണോ, അത് വിശപ്പ്. ഏത് കാര്യത്തിനാണോ നിങ്ങൾ മനസ്സുകൊണ്ട് അത് ഉദ്ദേശിച്ചത്, അതിനുള്ളതാണ് സംസം എന്ന്. ആ സംസത്തിൻ്റെ മഹത്വം ഒരുപാട് നമ്മൾക്ക് അറിയുന്നതാണ് പരിശുദ്ധ ഖുർആനിലൂടെ. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അധ്യാപനത്തിലൂടെ മനസ്സിലായ കാര്യമാണ്. പക്ഷേ സംസമിനെ ഇടിച്ചു താഴ്ത്തിക്കൊണ്ട്, അതായത് ഇന്നത് പുണ്യമാക്കപ്പെട്ടാണെന്നല്ല പറയണത്, സംസമിനേക്കാൾ പുണ്യം ഇതാണ്. അതായത് ഇസ്ലാം എന്ത് പഠിപ്പിച്ചോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ ഇതിങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനത്തെ ആളുകൾ വിചാരിക്കുന്നത്, ഉസ്താദന്മാർ പറഞ്ഞു അപ്പോൾ സംസം അല്ല വലുത്, അപ്പോൾ റമദാൻ അല്ല വലുത്, അപ്പോൾ ലൈലത്തുൽ ഖദർ അല്ല വലുത്. ഇങ്ങനെ ജനങ്ങൾ വിശ്വസിച്ചങ്ങൾ പോവാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അവരുടെ കാതുകളിലും കണ്ണുകളിലും കൽബിലും ഞാൻ സീല് വെക്കപ്പെട്ടിട്ടുണ്ട് എന്ന്. കാരണം അവർ സത്യം അവരുടെ മുന്നിൽ പരിശുദ്ധ ഖുർആനിലൂടെ ഇങ്ങനെ വ്യക്തമായി കിടക്കുമ്പോഴും അവർ ആ വ്യക്തതയിലേക്ക് പോവാതെ ഈ ആളുകളെ പിൻപറ്റി അവർ ഈ ബിദ്അത്തിന്റെ പാതയിലേക്ക് സഞ്ചരിച്ചു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഹൃദയത്തിൽ സീല് വെക്കപ്പെട്ട, കണ്ണുകൾക്കും കാതുകൾക്കും സീല് വെക്കപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ആയിക്കൂടാ. നമ്മൾ പരിശുദ്ധ ഖുർആനിനെ, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്ന ആ പരിശുദ്ധ ഖുർആനിനെ അല്ലാഹ് പറയുന്നത്, അത് തഖ്വയുള്ളവർ, സൂക്ഷ്മത പാലിക്കുന്നവർ അതങ്ങനെ കരസ്ഥമാക്കും, അതങ്ങനെ ഹൃദയത്തിലേക്ക് ഏറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഖുർആനിൽ ഇങ്ങനെ വായിച്ചു നോക്കുക. നിങ്ങളോട് ഉസ്താദന്മാരെ അർത്ഥം പഠിക്കേണ്ട എന്നൊക്കെ പറയും, അത് ഇബ്ലീസിൻ്റെ പണിയാന്നൊക്കെ പറയും. ഈ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഒരു നേർച്ചയ്ക്കും ഒരു വഴിപാടിനും ഒരു ആണ്ടിനും ഒരു ഉറൂസിനും അതുപോലെ തന്നെ ഒരു കാര്യങ്ങൾക്കും, ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾക്കും നിങ്ങൾ പോവുകയില്ല. ഇതൊക്കെയാണ് ഈ മജ്ലിസുൻ നൂറും അതുപോലത്തെ പല തട്ടിപ്പുകളാണ് ഈ അറിവിൻ നിലാവ്, പൂവിൻ നിലാവ്. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ആളുകൾ ജീവിക്കാൻ വേണ്ടിയിട്ട്, അവർ ആർഭാടമായി ജീവിക്കാൻ വേണ്ടിയിട്ട് അവർ കണ്ടെത്തിയ വഴികളാണിതൊക്കെ. ആയതുകൊണ്ട് തന്നെ നിങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ, അതായത് പരിശുദ്ധ ഖുർആനിൻ്റെ ആ ഒരു ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കാനാണ് ഈ വഞ്ചിക്കുന്ന ആളുകൾ ശ്രമിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി ഖുർആനെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്കും എനിക്കും നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.